ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി അക്ബർ ടോക്സ്. ഈ വീഡിയോയിൽ നമ്മൾ പ്രകൃതിയാലുണ്ടായ വളരെ ഭയങ്കരമായ ചില നാശനഷ്ടങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ദി അക്ബർ ടോക്സ് ചാനലിലേക്ക് നിങ്ങൾ പുതിയ ആളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. 2023 ജൂലൈ മാസം ഹിമാചലിലുണ്ടായ പ്രളയത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ദൃശ്യമാണിത്. പുഴയിൽ അമിതമായി വെള്ളം വന്നതുകൊണ്ട് കരയിൽ മണ്ണൊലിപ്പ് ഉണ്ടായി. കരയോരത്തുണ്ടായിരുന്ന വലിയ വീട് അതേപോലെ തന്നെ തകർന്ന് വെള്ളത്തിൽ വീഴുന്നു. ഈ പ്രളയത്തിൽ NHPCയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന അണക്കെട്ടുകൾ തുറന്നുവിട്ടതാണ് കാരണമെന്ന് പൊതുജനങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2023 തായ്ലാൻഡിലെ ഒരു ദ്വീപിൽ സ്പീഡ് ബോട്ട് സവാരിക്ക് പോയ വിനോദസഞ്ചാരികൾക്ക് ആ ദിവസം ഒരു മോശം ദിവസമായിട്ടാണ് മാറിയത്. ബോട്ടുകൾ കടലിന് നടുവിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് രൂപപ്പെടുകയും അതിൻ്റെ ഫലമായി കടലിൽ വലിയ തിരമാലകളുണ്ടായി ബോട്ടുകൾ ഉലയുകയുമാണ് ചെയ്യുന്നത്. മഞ്ഞുമൂടിയ പാലത്തിൽ വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ച് കേടുപാടുകൾ സംഭവിച്ചു കിടക്കുന്ന ദൃശ്യങ്ങളാണിത്. അമേരിക്കയിലെ ന്യൂ ഓർലീൻസിലുള്ള ഒരു തടാകത്തിലെ പാലത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 2024 ഡിസംബർ 17-ാം തീയതി നടന്ന ഈ സംഭവത്തിൽ 40 വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ച് കഠിനമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പലർക്കും കഠിനമായ പരിക്കുകൾ പറ്റിയതോടൊപ്പം പാലം 8 മണിക്കൂറിലധികം സമയത്തേക്ക് അടച്ചിടുകയും ചെയ്തു. 2021 ജൂലൈയിൽ ജപ്പാനിലുണ്ടായ വലിയ ഉരുൾപൊട്ടലിന്റെ ഒരു ഭാഗമാണിത്. ഏതോ വെള്ളം പോലെ കെട്ടിടങ്ങളെയും കാറുകളെയും ഒഴുക്കിക്കൊണ്ടുവരുന്നു. ഈ ഉരുൾപൊട്ടൽ കാരണം 2 പേർ മരണപ്പെട്ടിട്ടുണ്ട്. പലർക്കും അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ലേഡി അവരുടെ വീടിന് വെളിയിൽ പെയ്യുന്ന മഴ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വഴിയോരത്തുണ്ടായിരുന്ന കറന്റ് പോസ്റ്റിൽ ഒരു മിന്നൽ വന്നടിക്കുന്നു. ഭൂകമ്പം കാരണം സ്വിമ്മിംഗ് പൂളിലുള്ള വെള്ളം കടൽ തിരമാല പോലെ ഉയർന്ന ദൃശ്യം സെക്യൂരിറ്റി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂകമ്പങ്ങൾ ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അതിന്റെ പ്രകമ്പനം വലുതാണെങ്കിൽ അതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള നാശനഷ്ടങ്ങൾ വളരെ കൂടുതലായിരിക്കും. 2022 UK-ൽ കൊടുങ്കാറ്റ് കാരണം പുഴയിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ വെള്ളം ഒരു ഒഴുകി നടക്കുന്ന ബോട്ടിനെ ഒഴുക്കിക്കൊണ്ടുവന്ന് പാലത്തിന്മേലിടിക്കുന്നു. ഇതിൽ പാലവും ബോട്ടും രണ്ടും പൂർണ്ണമായി തകരുകയാണ്. ജപ്പാനിലുണ്ടായ റിക്ടർ സ്കെയിലിൽ 5 രേഖപ്പെടുത്തപ്പെട്ട ഈ ഭൂകമ്പം കാരണം ഈ വീട് കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീടിന്റെ ഉടമസ്ഥൻ ശാന്തനായി ഉള്ളിലിരുന്ന് ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ശാന്തനാണെങ്കിലും അവരുടെ പൂച്ചകൾ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകാതെ ഭയന്നു പോയിരിക്കുകയാണ്. 2024 ജൂൺ 30-ാം തീയതി ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ ഒരു മലയോര പാതയിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. റോഡ് നവീകരണ ജോലികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതെങ്കിലും ആർക്കും ഒന്നും പറ്റിയില്ല. മലയ്ക്ക് മുകളിലുണ്ടായിരുന്ന ഒരു ടവർ തകർന്ന് വീണതായും പറയപ്പെടുന്നു. 2023 സെപ്റ്റംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ കടൽക്ഷോഭം കാരണം വന്ന ഒരു വലിയ തിരമാലയിൽ മൊത്തം കടൽ തീരവും വെള്ളം മൂടുകയാണ്. അതോടൊപ്പം അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറിനെ അതേപടി കടലിലേക്ക് ഒഴുക്കിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ശക്തമായി കാറ്റ് വീശുന്ന ഒരു ദിവസത്തിൽ ഈ തുറമുഖത്ത് വശങ്ങളിൽ അടക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ മറിഞ്ഞ് ഒരു കണ്ടെയ്നർ കടലിൽ പോയി വീഴുന്നു. കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന പാർക്കിംഗ് ലോട്ടിലൂടെ ചുഴലിക്കാറ്റ് കടന്നു പോകുന്ന വീഡിയോയാണിത്. തുടക്കത്തിൽ നേരിയ കാറ്റിനോടൊപ്പം മഴയും പെയ്യുന്നുണ്ട്. അടുത്ത കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ കാറ്റിന്റെ വേഗത കൂടുന്നു. കുറച്ചു സമയം കൂടി കഴിയുമ്പോൾ കാറ്റിന്റെ വേഗത വളരെ ഭയങ്കരമായി മാറുന്നു. കൂടെ തന്നെ ചുഴലിക്കാറ്റിന്റെ കേന്ദ്രഭാഗം ആ വഴി കടന്നു പോകുന്നു. അത് കാറുകളെ കടന്നുപോയ അടുത്ത നിമിഷം തന്നെ കാറുകൾ ദൂരേക്ക് തെറിച്ചു വീഴുകയും ക്യാമറ ഘടിപ്പിച്ചിരുന്ന കാർ തലകീഴായി മറിയുകയും ചെയ്യുന്നു.
ഫ്രാൻസിലെ മലയോര മേഖലയിൽ പെട്ടെന്നുണ്ടായ കനത്ത മഴയും പ്രളയവും കാരണം വലിയ കല്ലുകളെയും ചെളിയെയും ഒഴുക്കിക്കൊണ്ടുവരുന്നു. ഒരുപാട് നാൾ മഴ പെയ്യാതിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം കൂടുതൽ മഴ പെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതകളുണ്ട്. 2021 ജൂൺ 24 ചെക്ക് റിപ്പബ്ലിക്കിലുണ്ടായ മോശമായ ചുഴലിക്കാറ്റാണിത്. നിലത്തുണ്ടായിരുന്ന സാധനങ്ങളെ അതേപടി മുകളിലേക്ക് ഉയർത്തി കാറ്റിൽ പറത്തുകയാണ്. എവിടെ നോക്കിയാലും പൊടിയും സാധനങ്ങളും മാത്രമാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചുഴലിക്കാറ്റ് കാരണം പല വീടുകളും പൂർണ്ണമായും തകരുകയും 100-ലധികം ആളുകൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 40,000-ലധികം വീടുകളിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിട്ടുണ്ട്. കടലിൽ നിന്ന് ഒരു വലിയ തിരമാലയെ സാധാരണ രീതിയിൽ കണ്ട് അതിനടുത്ത് നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തിരമാലയുടെ തീവ്രത മനസ്സിലായതോടെ ജീവൻ രക്ഷിക്കാൻ ആ സ്ഥലത്തു നിന്ന് തന്നെ ഓടി രക്ഷപ്പെടുകയാണ്. മലച്ചെരുവിന്റെ അടിവാരത്തിൽ പലരും ക്യാമ്പ് ചെയ്ത് താമസിക്കുന്നുണ്ട്. അതിൽ ചിലർ മഞ്ഞു സ്കേറ്റിങ്ങിനായി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ മലമുകളിൽ നിന്നുള്ള മഞ്ഞിളകി വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. ഭാഗ്യവശാൽ മലയ്ക്കും ക്യാമ്പിനുമിടയിൽ വലിയൊരു ദൂരവ്യത്യാസമുള്ളത് കൊണ്ട് മണ്ണിടിച്ചിലിൽ ക്യാമ്പ് വരെ എത്തിയില്ല. ഇവിടെ അതിന് നേരെ വിപരീതമായ സംഭവമാണ് നടക്കുന്നത്. മലയടിവാരത്തുള്ള ക്യാമ്പിന് നേരെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. എന്നാൽ ഇവിടെയും ക്യാമ്പ് കുറച്ച് ദൂരെയായതുകൊണ്ട് ആർക്കും ഒരു നാശനഷ്ടവും ഉണ്ടായില്ല. കൊടുങ്കാറ്റ് കാരണം ഒരു വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുന്ന വീഡിയോയാണിത്. തിണ്ണയിലുണ്ടായിരുന്ന കസേരകളും പൂച്ചട്ടികളും കാറ്റിൽ പറന്നു പോയതിനോടൊപ്പം മുറ്റത്തുണ്ടായിരുന്ന ചില മരങ്ങളും ചെരിഞ്ഞു വീണു. ആലിപ്പഴ വർഷം ഉണ്ടായപ്പോൾ വില കൂടിയ ലംബോർഗിനി കാറ് പുറത്തിട്ടതുകൊണ്ട് കാറിനുണ്ടായ നാശനഷ്ടങ്ങളാണിത്. കാറിൽ ചെറിയ വണ്ടുകൾ കുഴിയെടുത്തുണ്ടാക്കിയതുപോലെ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു കടയിൽ ജോലി ചെയ്യുന്ന 2 പേർ ഉപഭോക്താവിന് സാധനങ്ങൾ എടുത്തു നൽകിക്കൊണ്ടിരിക്കുകയാണ്. പിറകിൽ കാണുന്ന റോഡിലൂടെ ഒരാൾ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സ്കൂട്ടറിന് തൊട്ടടുത്തുള്ള പോസ്റ്റിൽ മിന്നലടിക്കുന്നു. മിന്നലിന് വളരെ അടുത്തായിരുന്നിട്ടും സ്കൂട്ടറിൽ പോയ ആൾക്ക് ഒന്നും സംഭവിച്ചില്ല. അഗ്നിപർവ്വതം പൊട്ടിയതു കാരണം ചാരവും പുകയും മഴമേഘങ്ങൾക്ക് മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണിത്. 2024 ഡിസംബർ 9 ഫിലിപ്പീൻസിൽ നടന്ന സംഭവമാണിത്. ഈ അഗ്നിപർവ്വതത്തിന്റെ പേര് കാൻ ലാവോൺ എന്നാണ്. അടുത്ത ചില ദിവസങ്ങളിൽ 6 അഗ്നിപർവ്വത ഭൂചലനങ്ങളും ഉണ്ടായിട്ടുണ്ട്. കനത്ത മഴ കാരണം വെനീസ്വലയിലെ ഒരു ആശുപത്രിയിൽ വെള്ളം കുത്തിയൊലിച്ചൊഴുകുന്ന കാഴ്ചയാണിത്. ആശുപത്രിയിൽ വന്നവർ വെള്ളത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കാൻ അവിടെയുണ്ടായിരുന്ന ബെഞ്ചിന് മുകളിൽ കയറിയിരിക്കുകയാണ്. ശക്തമായ കൊടുങ്കാറ്റ് ഈ നഗരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടുങ്കാറ്റിന്റെ ആഘാതം കാരണം ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂര അതേപടി ഇളകിപ്പോയി പിറകിലുണ്ടായിരുന്ന ഇലക്ട്രിക് ലൈനിൽ പോയി ഇടിക്കുന്നു. അഗ്നിപർവ്വതങ്ങൾ ധാരാളമുള്ള ഹവായിയിൽ ചിത്രീകരിച്ച വീഡിയോയാണിത്. അഗ്നിപർവ്വത ലാവ നേരിട്ട് കടലിലേക്ക് വന്ന് പതിക്കുകയാണ്. ഇതുമൂലം കടൽ വെള്ളം ആവിയായി ആ പ്രദേശം മുഴുവൻ നീരാവി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തീരത്തുണ്ടായിരുന്ന അഗ്നിപർവ്വത പാറ ഇടിഞ്ഞ് കടലിലേക്ക് വീഴുന്നു. ഇവിടെ കടൽ വെള്ളം ജനവാസ മേഖലയിലേക്ക് ഇരിച്ചു കയറി ഒരു വീട് ഒഴുക്കിക്കൊണ്ട് പോകുന്നു. എന്നാൽ ഇത് സുനാമിയോ കടൽക്ഷോഭമോ അല്ല. അടുത്തുള്ള മലയിൽ നിന്ന് ഒരു വലിയ പാറയും മണ്ണും ഇടിഞ്ഞ് കടലിൽ വീണതുമൂലമുണ്ടായ വെള്ളപ്പൊക്കമാണിത്. ഈ സംഭവം കഴിഞ്ഞ 2017 നേപ്പാളിലാണ് നടന്നത്. ഇവിടെ കനത്ത മഴ കാരണം മലയടിവാരത്തെ ഒരു റോഡിൽ മലവെള്ളം ശക്തമായി കുത്തിയൊലിക്കുകയാണ്. ഇതുമൂലം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാതെ നിർത്തിയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് മലയിൽ നിന്ന് വലിയ തോതിൽ വെള്ളവും അതിനൊപ്പം കല്ലും മണ്ണും പോലുള്ള അവശിഷ്ടങ്ങൾ ഒലിച്ചു വരുന്നു. വാഹനങ്ങൾ സുരക്ഷിതമായ അകലത്തിൽ നിർത്തിയിരുന്നതുകൊണ്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ല. ശീതകാലത്തിന്റെ അവസാനത്തിൽ മഞ്ഞുരുകി അതൊരു നദിയായി മാറി വെള്ളം വളരെ വേഗത്തിൽ ജനവാസ മേഖലയെ ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുകയാണ്. ശക്തമായ കാറ്റ് കാരണം ഈ വലിയ മരം വേരോടെ പിഴുതു വീഴുന്നു.
ഈ വീഡിയോ കാണുമ്പോൾ മലമുകളിൽ നിന്ന് ചെറിയ കല്ലുകൾ താഴേക്ക് വീഴുന്നത് പോലെ തോന്നും. എന്നാൽ അവയൊന്നും ചെറിയ കല്ലുകളല്ല, വളരെ വലിയ പാറകളാണ്. അതിനേക്കാൾ ഭയാനകമായ കാര്യം എന്താണെന്നാൽ പാറകൾ വീഴുന്ന വഴിയിൽ 2 പേർ പെട്ടുപോയിട്ടുണ്ട്. പാറകൾ തങ്ങളുടെ നേർക്ക് വരുമ്പോൾ അതിനനുസരിച്ച് അവർ മറ്റൊരു വശത്തേക്ക് മാറി പാറകൾ തങ്ങളുടെ മേൽ ഇടിക്കാതെ രക്ഷപ്പെടുന്നു. ഈ വീഡിയോ ഫ്രാൻസിൽ ചിത്രീകരിച്ചതാണ്. മലകയറ്റത്തിന്റെ ഭാഗമായി അപകടം നിറഞ്ഞ ഈ പ്രദേശം മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത്. 2011 ജൂലൈ 11 രാത്രിയിൽ റഷ്യയിലെ കിവോസ്കി ഫോസ്ഫാറ്റ് ഖനിയിൽ സ്ഫോടനം നടത്തി. ആസൂത്രണം ചെയ്തതിനേക്കാൾ വലിയ സ്ഫോടനമായിരുന്നതിനാൽ മലയുടെ ഒരു ഭാഗം അതേപടി ഇടിഞ്ഞു വീണു. മണ്ട് വോൾക്കാനോയിൽ, അതായത് ചെളി അഗ്നിപർവ്വതത്തിൽ നിന്ന് ചെളി തിളച്ചു മറിയുന്ന ദൃശ്യങ്ങളാണിത്. നിലത്തുനിന്ന് 1.5 മീറ്റർ ഉയരം വരെ ഇത് ശക്തമായി തിളയ്ക്കുന്നുണ്ട്. തടാകക്കരയിലുണ്ടായിരുന്ന ഈ വീട് മണ്ണൊലിപ്പ് കാരണം അതേപടി ചെരിഞ്ഞ് തടാകത്തിലേക്ക് വീഴുന്നു. ജലാശയങ്ങൾക്ക് സമീപം വീട് നിർമ്മിക്കുമ്പോൾ നിലത്തിന്റെ ഉറപ്പ് പരിശോധിച്ച് വീട് വയ്ക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി സുഹൃത്തുക്കളെ, ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ദി അക്ബർ ടോക്സ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഇസ് അക്ബർ സൈനിങ് ഓഫ് ഫ്രം ദി അക്ബർ ടോക്സ്.